അളിയൻ വന്നിട്ടുണ്ട്. അളിയൻ ജപ്പാനിലായിരുന്നു, അളിയൻ വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, രണ്ടും ഫുൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഇറക്കാം. എങ്ങനെയാണ് ഇറക്കുക, എങ്ങനെയാണ് കയറ്റുക എന്നുള്ളതല്ലേ ഞാൻ ഇപ്പം കാണിച്ചത്. പറ്റേ അപ്പോൾ ടണ്ണാറ് ഓണാക്കിയിട്ടുണ്ട്. സർവീസ് റോഡ് കൂടി വെല്ലം അങ്ങനെ പൊയ്ക്കോളും. മറ്റേത് ആണ്ട് പോവും ഒരു പോക്ക്. ഞാനും അളിയനും കൂടി വണ്ടി കൊണ്ട് ഇറങ്ങാണ്. ഇതാ നോക്കി നിൽക്കണം രണ്ടാൾക്കാർ ഇവിടെ. ഓക്കെ, വെല്ല പോകാനാട്ടാ പറഞ്ഞേ. അപ്പോൾ ആള് നല്ല സന്തോഷത്തിലാണ്, നമ്മൾ നല്ല സന്തോഷത്തിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞു കാണും. അതായത് നാളെ മുതൽ മെയിൻ റൂട്ടിലൂടെ വണ്ടി പോകാൻ പാടില്ല എന്നാണ് പറയണേ. അപ്പോൾ അങ്ങനെ ഇന്ന് രാത്രി ഇറങ്ങട്ടെ. അളിയൻ വന്നപ്പോൾ ഇങ്ങനെ ഇറങ്ങും. അസ്സലാമു അലൈക്കും. നാട്ടിലെത്തിയാൽ ആദ്യമായിട്ടാണ് ഈ ഒരു റോഡിൽ നൈറ്റിൽ ഈ ഒരു വെളിച്ചത്തിൽ ഈ സ്ട്രീറ്റ് ലൈറ്റിൽ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് അഭിപ്രായം എന്നുള്ളത് ആളൊന്ന് വണ്ടി വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ചോദിച്ചു നോക്കാം. അപ്പോൾ ഒന്നുമില്ല, നാളെ അറിയാലോ, എല്ലാവരും മിക്ക ആളുകളും മിക്ക ബൈക്കേഴ്സും കേട്ടിട്ടുണ്ടാവും. നാളെ മുതൽ ഓട്ടോ അതുപോലെ തന്നെ ബൈക്കുകൾക്കൊന്നും ഈ ഒരു റോഡിൽ അലോ അല്ല, ഫൈൻ ഈടാക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടണില്ല. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഇന്ന് രാത്രി കൊണ്ട് ഇറങ്ങിയതാണ്. കാരണം നാളെ ആണല്ലോ അവർക്ക് പ്രാബല്യത്തിൽ വരിക എന്ന് പറയുന്നത്. എത്രത്തോളം ശരിയാണെന്ന് അറിയൂല, സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഇറങ്ങിയതാണ്. നേരെ കാലിക്കറ്റിക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ റൈഡ് പോയപ്പോൾ എൻജിൻ ലൈറ്റ് കത്തിയതാണ്. അതായത് എക്സോസ്റ്റ് കറ്റ്ലി കൺവേർട്ടർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെർവോ ബഡി എന്ന് പറഞ്ഞ സെർവോ എലിമിനേറ്റർ വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻജിൻ ലൈറ്റ് വരും പോകും, ചില ടൈമിൽ വരും. അപ്പോൾ റൈഡിങ് എങ്ങനെ ഉണ്ടോ അതുപോലെ ഇരിക്കും ആ ഒരു എൻജിൻ ലൈറ്റ് വന്ന് പോകൽ കേട്ടോ. അപ്പോൾ ആൾക്ക് ലൈക്കായി എന്നാ പറയുന്നത് കേട്ടോ. കാരണം വിദേശത്തൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. സ്വന്തം നാട്ടിലിങ്ങനെ വരുമ്പോൾ ഓടിക്കാൻ വാങ്ങിയിട്ട്. പക്ഷേ നാളെ മുതൽ ആ ഒരു നിയമം വരികയാണെന്നുണ്ടെങ്കിൽ കള്ളന്മാർ പോകണ പോലെ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ പോകേണ്ടി വരും. ആ ഒരു സിറ്റുവേഷനിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്യാമറ അടിപൊളിയാണ്. പോലീസിൻ്റെ ആവശ്യമില്ല, പോലീസ് നിന്ന് പെറ്റിയടിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാമറ അടിപൊളിയാണ്. നമ്പർ പ്ലേറ്റൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട്. പല വീഡിയോസും കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിവേ രാത്രി ഇറങ്ങിയാലും രാവിലെ ഇറങ്ങിയാലൊക്കെ ഒരേപോലെ ഫൈന് കിട്ടുന്ന കാര്യമാണ് ആ ഒരു നിയമം വന്നാൽ മാത്രം. അപ്പോൾ എങ്ങനെ ഇറങ്ങിയാലും ഫൈന് കിട്ടും. അപ്പം നമ്പർ പ്ലേറ്റ് ഇല്ലാതെ കള്ളന്മാർ പോണ പോലെ പോകേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ്. ആള് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു നൈറ്റ് റൈഡ്. കിട്ടൂല അപ്പോൾ അങ്ങനെ ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ ടൗണിലോട്ട്. അവിടേക്ക് 2 ആൾക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ഒരു റൈഡാണല്ലോ. അപ്പോൾ പലരും പല ഭാഗത്തായിട്ടാണുള്ളത്. അപ്പോൾ ഞാനും അളിയനും ഇങ്ങനെ ഇറങ്ങി. നേരെ ബീച്ചിൽ പോണോ? CB പുറത്തുനിന്ന് കാണുമ്പോഴാണ് അതിൻ്റെ സൗണ്ട് മനസ്സിലാവണേ. വണ്ടിയിൽ കയറിയിരുന്ന് ഓടിക്കുമ്പോൾ സൗണ്ട് മനസ്സിലാവണം കേട്ടോ എത്രത്തോളം. ഇനി അളിയൻ ഓടിക്കുന്ന രീതിക്കാണോ സൗണ്ട് വരുന്നത് എന്നുള്ള എനിക്കറിയില്ല. എനിവേ ഞാൻ കേൾക്കുമ്പോൾ നല്ല സൗണ്ട് വരുന്നുണ്ട്.
നോക്കുക റിസൾട്ട് കയറി നോക്കുക. ഓ ചെക്കന്മാർക്ക് Hey, take from here. Okay? Okay. Again? Off? Okay. नहीं मैं एक बार खाली बुलाता हूँ मैं बैठ के English. बोल रहे राइट नो ओनली सिटिंग No round. No. नो ओनली सिटिंग I'll park there. Come. हमारा गाना हो गया എഞ്ചിൻ ലൈറ്റ് പോയിട്ടുണ്ട് കേട്ടോ. Wait. नहीं मैं अकेला बुलाता हूँ यार Meghalaya? From Meghalaya? Where? Karnataka. Bengaluru. Oh, okay. मैं अकेला No. No. सर वन एक्सीडेंट फोटो सर वन एक्सीडेंट खाली मैं नहीं बोला Wait. अरे अमर क्या न्यूट्रल में डालो मैं न्यूट्रल में डालो अमर तुमको अमर क्या है Wait. Hey, no. छोटा. Okay. अब तो साइड में जाओ Okay. Oh, left. Oh, bas. Okay, enough. That's it. सर सॉरी मामा Oh, no problem. ചെക്കന്മാര് ബാംഗ്ലൂരിൽ നിന്നാണ് ചെക്കന്മാർക്ക് ഇന്നത്തേക്കുള്ളതായി. ശരിക്കും ഞങ്ങൾ കണ്ടിട്ട് ഹാലോവീനായിട്ട് തോന്നുന്നുണ്ട്. ജസ്ലോഫിലെത്തിയാണേ. ഇന്ന് ഹാലോവീൻ ആണോ തോന്നുന്നു, അറിയൂല. കയറുക. ശരിക്കും ഞങ്ങളെ കണ്ടിട്ട് ഹാലോവീൻ ഞങ്ങളാണ്ട് കൊടുക്കും. എടാ ഇന്ന് ഹാലോവീൻ്റെ ആണോ? ഓ ഇന്ന് ആ ഒരു ദിവസമാണ്. ഓക്കെ, അപ്പോൾ ഹാലോവീൻ്റെ ആയിട്ട് അതാണ്ട് ഞങ്ങളും ഹെൽമെറ്റ് ഇട്ട് കയറി. ഞങ്ങളെ കണ്ടിട്ട് ഇനി ഇവർ പേടിക്കണ്ട. ഞാൻ ആളിന് വണ്ടി സ്വിച്ച് ചെയ്തു കേട്ടോ. കുറേ കാലമായിട്ട് ആളിന് വണ്ടി ഓടിച്ചിട്ടുള്ള. കണ്ണാറ് പുറമേ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾ കൂടെതാ നബീൽക്കും കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ റൂഫിക്കും കൂടിയിട്ടുണ്ട്. ഒരു സാധനം കാണിച്ചു തരാം. കണ്ടോ, ഈ 10 E5 E20 ഇതിൽ പറ്റൂല. അത് 2025 വണ്ടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ക്യാഷ് ചിലവാക്കിയെടുത്ത വണ്ടിയിൽ പുതുതായിട്ട് വരുന്ന എണ്ണ അടിക്കാൻ പറ്റാത്ത ഒരു നാട്ടിലാണ് ഈ ഒരു വണ്ടി എടുത്തിട്ടുള്ളത്. ഈ 10 ഇവിടെ ലേബൽ ചെയ്തിട്ടുള്ളത് മാക്സിമം.
E20 ഫ്യൂവലേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പം ഇതിൽ വരുന്ന ഡാമേജിന് ആ ഒരു ഉത്തരം പറയുന്നുള്ളതാണ്. ഓക്കെ, എനിവേ ടണ്ണാറിൻ്റെ ആ ഒരു പച്ചക്കളർ വേറെ തന്നെയാണ് കേട്ടോ. ആ ഒരു പച്ചക്കളറുള്ളതുകൊണ്ടാണ് എല്ലാവരും പെട്ടെന്ന് അതിലേക്ക് ആകർഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു എന്നെക്കാളും ചേർച്ചയുള്ളത് എൻ്റെ അളിയനാണ് ഈ വണ്ടി. രാത്രി 1:30 മണി ആയിട്ടുണ്ട് കേട്ടോ. കോഴിക്കോടിൻ്റെ നഗരവീതിയിലൂടെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഫൈനലി ബാക്ക് ടു NH66 വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നബീൽക്കും അതുപോലെ തന്നെ റൂഫിക്കും വീട്ടിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2 മണി 2:15 ആയിട്ടുണ്ട്. സമയം പോയത് ആക്ച്വലി അറിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാനും ലേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എത്തിയപ്പോൾ സമയം പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അളിയനോട് എന്ത് ചെയ്യാം, റിവ്യൂ ചോദിച്ചു നോക്കാം. ഒരുപാട് കാലത്തിന് ശേഷം ഓടിക്കുകയാണ് ഈ റോട്ടിലൂടെ. പറയേ. അടിപൊളി, അത് മാത്രം. റോഡൊരു രക്ഷയില്ല. ഓക്കെ, അടിപൊളിയാണ്. ഇങ്ങനെ പോകാൻ പറ്റായിരുന്നെങ്കിൽ സുഖമായിരുന്നു. പക്ഷേ ഇപ്പം സർവീസ് റോഡാണെന്നുണ്ടെങ്കിൽ ശോകമാകും. ഇത് വണ്ടി കാര്യമില്ല. ആക്ച്വലി ലിമിറ്റ് വെക്കണം. ഇത്ര CC ഉള്ള വണ്ടികളൊക്കെ ആകുമ്പോൾ അതിലേക്ക് പെർമിറ്റ് വെക്കണം. പക്ഷേ ബൈക്ക് ഈസ് ബൈക്ക് 2 വീലർ ആയിക്കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ വെക്കുന്നതിൽ ബുദ്ധിമുട്ടാണ്. അതന്നെ ലൈറ്റും സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശേഷം വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉഷാറാണ്. പിന്നെ ചെറിയൊരു ഇഷ്യൂ ഉള്ളത് നടുവിലുള്ള ബാരിക്കേഡാണ്. ബാരിക്കേഡ് കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബീം അടിക്കത്തില്ല. ഇത് അടിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഫ്ലൈ ഓവറും കാര്യങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ. അവിടെ നിന്ന് വരുന്ന വണ്ടികൾ കുറച്ച് ഹൈറ്റിലാണ്. വേറെ ബാക്കിയൊക്കെ ഒന്നും പറയാനില്ല, ഉഷാറാണ്. അടിപൊളി. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അളിയുടെ വീട്ടിൽ സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ until then, bye bye, good night.